ലോൺ എത്രയും പെട്ടെന്ന് കിട്ടിയത് നല്ലതായിരുന്നു. നോക്കട്ടെ. ആ മിസ്റ്റർ അരവിന്ദ്, ഈ പ്രമാണം വെച്ച് ലോൺ കിട്ടില്ല. എന്താ സാർ ലോൺ കിട്ടാത്തത്? ഇത് എന്റെ പേരിലുള്ള തെങ്ങിന്തോപ്പിന്റെ പ്രമാണോ? 5000 തേങ്ങ കിട്ടുന്ന തോപ്പാ. അതുകൊണ്ടല്ല അരവിന്ദ്, നിങ്ങളുടെ അച്ഛൻ ബാലേന്ദ്രൻ അരവിന്ദിന്റെ പേരിലുള്ള പ്രോപ്പർട്ടിക്ക് ലോൺ അനുവദിക്കരുതെന്ന് എല്ലാ ബാങ്കിലും ലീഗലായി അറിയിച്ചിട്ടുണ്ട്. ഇഞ്ചക്ഷൻ ഓർഡറാ. ഈ ബാങ്കിൽ നിന്ന് മാത്രമല്ല, ഒരു ബാങ്കിൽ നിന്നും ഈ പ്രമാണം വെച്ച് ലോൺ കിട്ടില്ല. എന്റെ പേരിലുള്ള സ്വത്തിന് ലോൺ തരില്ലെന്ന് പറയാൻ അയാൾ ആരാ? അത് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം മിസ്റ്റർ അരവിന്ദ്. സാർ അത് നോക്കണ്ട സാർ, എനിക്ക് ലോൺ തരണം. ഞാൻ കൃത്യമായി ഡ്യൂ ചെയ്ത് അടച്ചോളാം. ലോൺ അനുവദിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ അരവിന്ദ്? അപ്പോഴാണോ ലോൺ തിരിച്ചടയ്ക്കുന്ന കാര്യം സംസാരിക്കുന്നത്? ലോൺ പാസ്സായി കഴിഞ്ഞാൽ ഞാൻ സാറിനൊന്ന് കണ്ടോളാം. എത്ര വെച്ച് തരുകയും ചെയ്യാം. എനിക്കോ സാർ ചൂടാവാതെ. തന്നോട് എണീക്കാൻ പറഞ്ഞില്ലേ? നിങ്ങളിപ്പോ പോകുന്നുണ്ടോ അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? സാറിന് കാശ് കിട്ടുന്ന കാര്യം പറഞ്ഞപ്പോ എന്റെ കയ്യിൽ വില കിട്ടുന്ന കാര്യമാണല്ലോ സാറ് പറയുന്നത്. സാറിന് ബുദ്ധിക്കല കുറവുണ്ടോ? അല്ല, ഇതാര്? എന്റെ മകൻ മിസ്റ്റർ അരവിന്ദ് അല്ലേ? നിന്റെ മുഖത്തെന്താ ഒരു നിരാശ? എന്തോ നഷ്ടപ്പെട്ടതുപോലെ. മാഷ് കളിയാക്കുവാണോ? ഏയ് അല്ല, നാണമില്ലാത്തവനെ കളിയാക്കിയിട്ട് കാര്യമില്ലല്ലോ. കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയല്ലേ? പക്ഷെ നിന്നെപ്പറ്റി ആലോചിക്കുമ്പോ എനിക്ക് നാണാവുന്നുണ്ട്. എന്തിനാണെന്നറിയോ? നിന്റെ അച്ഛനാണെന്നുള്ള ഒറ്റ കാര്യം കൊണ്ട്. ഇനി ഒരു 5 മിനിറ്റ് കൂടി ആ മാനേജറോട് സംസാരിച്ചിരുന്നെങ്കിലേ പോകായിരുന്നു സർക്കാർ ചെലവില്. റാസ്കൽ. റാസ്കലോ? ഞാനോ? സ്വന്തം മകനെ ഗതി വരെ നിങ്ങളാരാ? നന്മമരോ? എന്ത് ഗതി? ഏത് ഗതി? എല്ലാം നീ വരുത്തി വെച്ചതാ. എടാ, ഇതുവരെ നീ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടോ? ആ, ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ മറന്നു. ചാരുമോളുടെ കഴുത്തിൽ താലി കെട്ടാതെ അവസാന നിമിഷം നീ നാട് വിട്ടില്ലേ? അതുകൊണ്ട് ചാരുവിന് ആകാശിന്റെ കൂടെ നല്ലൊരു ജീവിതം കിട്ടി. നാട് മുഴുവൻ നടന്ന് തുണിക്കച്ചവടം നടത്തുന്ന അവളെ ഞാൻ കല്യാണം കഴിക്കണോ? അവളെ എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ലല്ലോ. പെങ്ങടെ മോൾക്ക് ഒരു ജീവിതം വേണം. അതിന് എന്റെ പേരിൽ സ്വത്ത് എഴുതി തന്നു. എന്നെ അങ്ങ് വിലക്കെടുത്തു. എന്നിട്ട് ആ സ്വത്ത് ഇപ്പോ എനിക്ക് അനുഭവിക്കാൻ സംഭവിക്കാതെ ഇഞ്ചക്ഷൻ ഓർഡർ. കൊള്ളാം മാഷെ. അതേടാ, എന്റെ ഒരു തരി മണ്ണ് പോലും അനുഭവിക്കാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എന്റെ ഒരു സ്വത്തിലും നിനക്ക് അവകാശം ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾക്ക് ഞാൻ മകനല്ലേ? നല്ല രീതിയിൽ നീ എന്ന് ജീവിച്ചു തുടങ്ങുന്നോ അന്ന് നിന്നെ ഞാൻ അംഗീകരിക്കും മകനായിട്ട്. മാഷേ, മാഷ് ഭയങ്കര വാശിയിലാണല്ലോ. മാഷിന്റെ ഈ തീരുമാനത്തിന്റെ ആഫ്റ്റർ എഫക്ട് എന്തായിരിക്കും അറിയോ? മാഷിനെയും അവളുണ്ടല്ലോ ആ തുണിക്കച്ചവടക്കാരി, അവളെയും നിലം തൊടാതെ ഓടിക്കും ഞാൻ. അത് താങ്ങാനുള്ള കരുത്ത് ഈ ശരീരത്തിനും മനസ്സിനുണ്ടാവണമെന്ന് ഞാനും പ്രാർത്ഥിക്കാം. എവിടേക്ക് ഓടിക്കുന്നു? പറയടാ, നീ ഒരു ചുക്കും ചെയ്യില്ല. സമയമുണ്ട് മാഷേ, കാത്തിരുന്നോ. മാഷിന്റെ വാശി എനിക്കില്ലാതിരിക്കില്ലല്ലോ.